എന്റെ സ്ലൈഡ് ബോക്സ് എടുത്തോണ്ട് പോയത് വേണം. നല്ല അടാറ് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയത്തിയെ ഞാൻ ഒരുക്കാൻ പോവാണ്, സഫ്ന. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അൽജാസിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ സുന്ദരി കുട്ടിയെ ഒരുക്കി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോൺടാക്ട് ലെൻസ് വെക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതെല്ലാ ബ്രൈറ്റ്സും അങ്ങനെയാണ്, മിക്ക പേരും വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് കോൺടാക്ട് ലെൻസ് വെച്ചിട്ട് ജസ്റ്റ് സ്കിൻ പ്രിപ്പയർ ഒക്കെ ചെയ്യാം. ആദ്യമേ സഫ്നയുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ പറയും. ലിപ്സ്റ്റിക്കൊക്കെ ഏത് ഷെയ്ഡ് വേണം? ചില ബ്രൈറ്റ്സിന് വളരെ ലൈറ്റ് ആണെന്ന് പറയും. നമ്മൾ പിങ്ക് ഇടുമ്പോൾ പറയും അല്ല കുറച്ചും കൂടെ ബ്രൈറ്റ് ആകും. അപ്പോൾ 2-3 തവണ മാറുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോകും. അതിലും ഭേദം ആദ്യമേ ഏത് കളറിനോടാണ് താല്പര്യം എന്ന് അറിയാം. ഓവർ കളർ വേണ്ട, ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വേണ്ട. അല്ലാതെ ലൈറ്റ് പിങ്ക് ആയാലും ഒരു പ്രശ്നവും ഇല്ല. മാച്ചിങ് ആയിട്ട് വരുന്ന ഏതായാലും കുഴപ്പമില്ല, പക്ഷെ ഓവർ ആയിട്ട് വേണ്ട. ഓക്കെ, നോക്കിക്കേ സപ്ന, ഒന്ന് നോക്കിക്കേ കണ്ണാടിയിലേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഗ്ലോയും ഒക്കെ ഓക്കെ ആണല്ലോ. നമുക്കിനി ബാക്കി ഹെയറും ബാക്കി സാധനങ്ങളും ഒക്കെ ചെയ്യാം. ഇതിൽ എണ്ണയുടെ കൂടെ ഒരു പൂരം തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ചെങ്കിലും ബൗൺസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ബ്രൈഡ്സെ നിങ്ങളെല്ലാവരും ഷാമ്പൂ ഇട്ടിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോൾ നമ്മളൊരു എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഒരു ബ്രെയ്ഡിങ് ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. സ്ഥിരം മുസ്ലിം ബ്രൈഡ്സ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, ബാക്കിലൊരു ഡോനറ്റ് വെച്ച് നിറയെ പൂ വെച്ച് അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് അല്ലേ സഫ്ന? ദേ ആ നെറ്റി ചുട്ടി ഇങ്ങനെ എടുത്ത് തന്നേ അത്. താങ്ക് യു. എൻ്റെ സ്ലൈഡ് ബോക്സ് എടുത്തോണ്ട് പോയത് വേണം. നമ്മൾ ഈ നെറ്റിച്ചുട്ടി ഒട്ടിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഓടി ആകെ മൊത്തം കുളമാകും. ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴേ കുളമായി പോയില്ലെങ്കിൽ. ഇതിപ്പോൾ ഹിന്ദു ബ്രൈഡ്സ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും അപ്പോൾ എങ്ങനെ കുങ്കുമ ഇടും? അത് കുങ്കുമ ഇടാൻ പറ്റും. ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് കുങ്കുമ ഇട്ട ശേഷം തിരിച്ചൊട്ടിച്ച് വെക്കാനും പറ്റും. കാര്യം ഇത് ബിന്ദിഗമാണ്. സപ്ന, ഈ ഡ്രസ്സ് എവിടെ നിന്നാ മേടിച്ചത്? നല്ല ഡ്രസ്സ്. താങ്ക് യു. ഇത് ആല ബൊട്ടീക്ക് ബൈ സുറുമി ഹാഷിം ട്രിവാൻഡ്രം. ആല ബൊട്ടീക്ക് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഭയങ്കര അഡാർ കളറാണ്, അഡാർ. പിന്നെ ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. മറ്റത് ബ്രൈറ്റ്സ് നല്ല ഹെവി ആയിരിക്കും, പക്ഷെ ഇത് ഒരുവിധം മാനേജബിൾ ആണ്. അങ്ങനെ പറഞ്ഞു ജയിച്ചു തന്നെയാ. ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈല്? പകുതി വഴിയേ ആയുള്ളൂ, എന്നാലും ഓക്കെ അല്ലേ? ഓക്കെ. വളരെ നീറ്റായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നീറ്റ് ലുക്കാണ് ഇതിനുള്ളത്. എന്നാൽ കുറച്ച് ബൗൺസിയും അതിൽ സ്ട്രാൻഡ്സും ഒക്കെ വന്നിട്ട് നമുക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തോന്നുമല്ലോ അങ്ങനെ ചെയ്തതാണ്. ആക്ച്വലി വേറൊരു ഹെയർ സ്റ്റൈലോ വേറൊരു പാർട്ടീഷനോ മാറ്റി ട്രൈ ചെയ്യേണ്ടി പോലും വന്നില്ല. ട്രയലിന് വന്ന ദിവസം തന്നെ ഞാൻ തീരുമാനിച്ച് വെച്ചിരുന്നതാണ്. ബ്രൈഡിന് ഇഷ്ടമാണോ ഇങ്ങനത്തെ ലേസി കേൾസ് ഒക്കെ ഇടുന്നത്? അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ പ്രശ്നം ചിലത് തട്ടത്തിൽ കയറി ഉടക്കും. എനിക്ക് തോന്നുന്നു ഇത് വലിയ പ്രശ്നക്കാരൻ തട്ടമല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തട്ടമാണ്. ചിലത് നല്ല ഹെവി തട്ടം, ഇച്ചിരി പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല അഡാർ ഗൗണാണെന്ന്. ഗൗണല്ല, ലെഹങ്കയാണെന്ന്. അഡാർ ലെഹങ്ക. അതിന്റെ കളറാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് കളറിലെ ജ്വല്ലറിയാണ് എല്ലാം ഇടുന്നത്. സ്ഥിരം കാണുന്ന ഒരു ബ്രൈഡൽ ലുക്കിൽ നിന്ന് മാറ്റി പിടിച്ചാണ് നമ്മൾ ചെയ്തത്. ഈ സുന്ദരി കുട്ടിയെ കണ്ണിടാതിരിക്കാൻ ഒരു കൊച്ചു ബ്യൂട്ടി സ്പോട്ട്. അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടി റെഡിയായി. എങ്ങനെ ഉണ്ടായിരുന്നു? മാഷാഅല്ലാ, നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് സോ മച്ച്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഒത്തിരി കൺസേൺ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോയ്സ് പറഞ്ഞു ശരിയാ. ലാസ്റ്റ് എല്ലാം വന്നപ്പോൾ മാഷാഅല്ലാ നന്നായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ until the next video, bye from Team Tanma Beauty Lounge. Good day to all my viewers. Bye from Gayatri Nair.